യും പ്രായമായവരുടെയും ഒക്കെ അടക്കം വലിയ ഒരു നിരയാണ് വി എസിനെ കാത്തു നിൽക്കുന്നത്. എല്ലാവരും ആ വി എസിന് അന്തിമാഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ വേണ്ടി പോരാട്ടത്തിന്റെ കാലങ്ങളിലെല്ലാം ഈ നാടിന്റെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി നിന്ന വി എസ് അച്യുതാനന്ദന് അവസാനമായി വിട നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യരാണ് ഈ നഗരത്തിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയും തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു വി എസിന്റെ മൃതദേഹം എന്നത് ആലോചിക്കണം. ഇന്നലെ രാത്രിയിലും ആയിരങ്ങളാണ് പാർട്ടി ഓഫീസിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചത്. ഇന്ന് സെക്രട്ടേറിയറ്റിലും അങ്ങനെ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയത്. അവിടെ എങ്ങും എത്താൻ കഴിയാത്ത ആളുകളാണ് ഇപ്പോൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാത്തു നിൽക്കുന്നത്. പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, സ്ത്രീകളും വൃദ്ധരുമായ മനുഷ്യർ, ചെറുപ്പക്കാരായ ആളുകൾ, കുട്ടികളടക്കം എത്രയോ പേരാണ് അത്യന്തം ആവേശപൂർവ്വമാണ്. സ്ത്രീകളടക്കം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. വി എസിന് കഴിഞ്ഞ ഒരു മണിക്കൂറായി നിന്നുകൊണ്ട് ആവേശപൂർവ്വം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ചെറുപ്പക്കാരുടെ നിര, സ്ത്രീകൾ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു. എത്രയോ സ്ത്രീകൾ ആവേശപൂർവ്വം നിന്ന് വി എസിന് മുദ്രാവാക്യം വിളിക്കുന്നു. അത്യാവശ്യം നല്ല വെയിലത്ത് തന്നെയാണ് ഇവരെല്ലാവരും റോഡിലേക്ക് ഇറങ്ങി. മറ്റ് വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിൽ തന്നെ റോഡിലേക്ക് ഇറങ്ങി വി എസിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് മനുഷ്യർ. ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വി എസിന്റെ ഓർമ്മകൾ, ഓരോരുത്തരുടെയും താല്പര്യങ്ങൾ, ഓരോരുത്തരുടെയും നിർണായകമായ ഘട്ടങ്ങൾ, അവരൊക്കെ ആ ഘട്ടങ്ങളിലൊക്കെ ആഗ്രഹിച്ച പല നിലപാടുകൾ, അത്തരം നിലപാടുകൾ എടുത്ത ഒരു നേതാവ് എന്നതാണ് വി എസിനെ മറ്റ് ഇതര നേതാക്കളിൽ നിന്നും കൂടുതൽ പ്രിയങ്കരനാക്കുന്നത്. വി എസിനെ എപ്പോഴും ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്കോ അല്ലെങ്കിൽ അധികാരി എന്ന നിലയ്ക്കോ എന്നോ അല്ല ജനം കാണുന്നത്. ജനം കണ്ടത്, ജനം പ്രതിപക്ഷത്ത് നിന്നപ്പോഴെല്ലാം പ്രതിപക്ഷത്തിന്റെ സ്വരം, ജനത്തിന്റെ സ്വരം ഉറപ്പു വിളിച്ചു പറഞ്ഞ നേതാവ് എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നും ജനകീയനായ നേതാവായിരുന്നു. വി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി, ജനത്തിന്റെ മനസ്സിൽ പ്രതിപക്ഷ നേതാവായിരുന്നു. ആര് എതിർ നിൽക്കുമ്പോഴും ജനത്തിന്റെ ശബ്ദം ഉയർത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്ന. ഇപ്പോഴും അദ്ദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇവിടെ പട്ടത്ത് എത്തിച്ചേർന്നിട്ടുള്ള വാഹനം എത്തിച്ചേരാൻ അവിടെ നിന്ന് ദീർഘസമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ, റോഡിൽ നിന്ന് തന്നെ കാണാം. ഏകദേശം ഇവിടെ ഈ ജംഗ്ഷനിലാണ് എത്തേണ്ടത്. പക്ഷേ അതിന് 100 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ആ നിരയാകെ വി എസിന്റെ അന്തിമാഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വലിയ ആൾക്കൂട്ടമാണ് ഇവിടെ നിൽക്കുന്നത്. പല തരത്തിലുള്ള മനുഷ്യർ, ജീവിതത്തിന്റെ വിവിധ തുറകളുള്ള മനുഷ്യർ, സാധാരണക്കാരായ തൊഴിലാളികൾ, വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തുന്നവരെല്ലാം സാധാരണക്കാർ, സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരാണ്. അതിനകത്ത് രാഷ്ട്രീയമില്ല. വി എസ് ഇടപെട്ട സമരമുഖങ്ങളൊക്കെ പലപ്പോഴും ജനകീയ വിഷയങ്ങൾ, മിക്കപ്പോഴും ജനകീയ വിഷയങ്ങൾ തന്നെ, രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്തേക്ക് പാരിസ്ഥിതിക വിഷയങ്ങളടക്കം സാധാരണ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാത്ത വിഷയങ്ങളിൽ പോലും മടിയില്ലാതെ ഇറങ്ങിച്ചെല്ലുകയും ഇടപെടുകയും ആ പോരാട്ടവുമായി മുന്നോട്ട് പോവുകയും ചെയ്ത നേതാവ് കൂടിയാണ് വി എസ്. അതുകൊണ്ട് തന്നെ വി എസിൻ്റെ ഇടപെടൽ ഏതെല്ലാം മേഖലകളിലുണ്ടായിരുന്നു, ആ മേഖലകളിലുള്ള ജനങ്ങളുടെ മുഴുവൻ സാന്നിധ്യം അദ്ദേഹത്തിന് അവസാനമായി അദ്ദേഹത്തെ ഒന്ന് കാണാൻ, ഒരു യാത്രയപ്പ് നൽകാൻ ഒക്കെ നിരത്തുകളിൽ നിറയുന്ന ഒരു സാഹചര്യം. കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒക്കെ നടത്തിയ സമരങ്ങളൊക്കെ വി എസിനെ സംബന്ധിച്ചിടത്തോളം, വി എസ് ഒരു കർഷക സമൂഹത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്ന വി എസ് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾക്കെതിരായിട്ട് സംസാരിച്ച വി എസ്, സ്ത്രീ സംഘടനകൾക്ക് ഒരു സംസ്ഥാനത്ത് ഇത്രയേറെ ശക്തമായ വേരോട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ പ്രചോദനമായിട്ടുള്ള ഒരു നേതാവ്. പാരിസ്ഥിതിക സമരങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെയായി അവസാനിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് നോക്കൂ, വി എസിന് ഒരു പ്രത്യേക രീതിയിലാണ് ഈ ബസ് തന്നെ സജ്ജീകരിച്ചിരിക്കുന്നത്. ജനങ്ങൾക്ക് അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം ചെയ്യാനും പുഷ്പങ്ങൾ അർപ്പിക്കാനും കഴിയുന്ന രീതിയിലേക്ക് തുറന്ന് എല്ലാ കാലത്തും ജനങ്ങളുടെ നടുവിലായിരുന്നു വി എസ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം വരുന്ന പഴയ റിപ്പോർട്ടുകളിലുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും ഇറങ്ങിച്ചെല്ലാത്തയിടത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആ നേതാവ്, ഞാറ് നടാനും മലമുകളിൽ കയറാനും ഒക്കെ ഒരു മടിയുമില്ലാതിരുന്നൊരു നേതാവ്, എല്ലാ കാലത്തും ജനങ്ങളുടെ നടുവിലുണ്ടായിരുന്ന ഒരു നേതാവ്. അദ്ദേഹം അവസാന യാത്രയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജനങ്ങളിൽ നിന്ന് വി എസ് മാറി നിൽക്കുന്നത് അദ്ദേഹത്തിന് അനാരോഗ്യകരമായിട്ടുള്ള അവസ്ഥ കൊണ്ടുകൂടിയാണ്. ആ വി എസിനെ അവസാനമായി ഒരിക്കൽ കാണുമ്പോൾ അദ്ദേഹം ഉയർത്തിവിട്ട ആ പോരാട്ട വീര്യത്തിൻ്റെ ജ്വാലകൾ കെടുന്നില്ല. അദ്ദേഹത്തിന് നമ്മൾ ഈ കാണുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ ചുമന്ന പനിനീർ പുഷ്പങ്ങൾ അർപ്പിക്കാനായി എത്തുന്നവരൊക്കെ സാധാരണ തൊഴിലാളി സ്ത്രീകളൊക്കെയാണ്. സ്ത്രീകളുടെ തൊഴിലാളി സംഘടനകൾക്ക് വേണ്ടി, തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്
10-16 വയസ്സ് മുതൽ പോരാട്ട വീര്യത്തിനിറങ്ങിയ വീര്യത്തോടുകൂടി ഇറങ്ങിയ നേതാവ് കൂടിയാണ്. എപ്പോഴും VS ഒരു വളരെ കർക്കശനായിട്ടുള്ള ഒരു നേതാവ്, വെട്ടിനിർത്ത സമരമടക്കമുള്ള വിഷയങ്ങളിൽ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ നേരിട്ട നേതാവ്. പക്ഷേ മാരാരിക്കുളം തോൽവിക്ക് ശേഷം VSന് ഉണ്ടായ വലിയൊരു മാറ്റം, അത് പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ പുസ്തകത്താളുകൾ അപ്പുറത്തേക്ക് ജനങ്ങൾക്കിടയിലേക്കാണ് ഇറങ്ങിച്ചെല്ലേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് VS കടന്നതോടുകൂടി പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ കാവലാളായി, അനീതിക്കും അഴിമതിക്കുമൊക്കെ എതിരായി സമരമുഖങ്ങളുടെ സാന്നിധ്യമായിട്ടൊക്കെ VS കേരളീയ സമൂഹത്തിൽ നിറഞ്ഞു. അതിൻ്റെയൊക്കെ പ്രതിഫലനം ഈ നിരത്തുകളിൽ നമുക്ക് കാണുന്നുണ്ട്. ഏതെല്ലാം മേഖലകളിൽ നിന്നുള്ളവരാണ് ആ ദൃശ്യങ്ങൾ. അപ്പോഴും അത് കണ്ണുനീർ വാർത്തുകൊണ്ടല്ല, ആവേശത്തോടുകൂടി മടങ്ങുകയാണ് ലാൽ സലാം സഖാവേ എന്ന് പറയുന്ന ആവേശത്തോടുകൂടി. ഡാൻ